ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസ് എന്ന ചാപ്റ്ററിലെ രണ്ട് ടോപ്പിക്കാണ് ക്ലോഷർ ഓഫ് റിലേഷൻസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ്. ഫസ്റ്റത്തെ ടോപ്പിക് നമുക്ക് നോക്കാം. ക്ലോഷർ ഓഫ് റിലേഷൻസ് എന്താണെന്ന് നോക്കാം. Closure of relations. The closure of a relation is the smallest extension of the relation that has certain specific properties such as reflexivity, transitivity and symmetry. ഇപ്പോൾ ഒരു റിലേഷന് ക്ലോഷർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിലേഷൻ്റെ സ്മോളസ്റ്റ് എക്സ്റ്റൻഷനെയാണ് നമ്മൾ ക്ലോഷർ ഓഫ് എ റിലേഷൻ എന്ന് പറയാം. അതിന് ഈ മൂന്ന് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ നമുക്ക് ക്ലോഷർ ആണെന്ന് പറയാൻ പറ്റും. റിഫ്ലെക്സിവിറ്റി, ട്രാൻസിറ്റിവിറ്റി, സിമെട്രി, മൂന്ന് പ്രോപ്പർട്ടീസ്. ഇനി ഒരു ആർ എന്ന് പറഞ്ഞൊരു റിലേഷന് സെറ്റ് എ ആയിട്ടുണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞ റിലേഷന് റിഫ്ലെക്സിവിറ്റി, ട്രാൻസിറ്റിവിറ്റി, സിമെട്രി ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ടാവാതെക്കാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് ഓരോ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ് റിഫ്ലെക്സീവ് ക്ലോഷർ എന്താണെന്ന് നോക്കാം. റിഫ്ലെക്സീവ് ക്ലോഷറിനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ ഓഫ് ആർ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. A relation R dash is the reflexive closure of a relation R if and only if R dash is reflexive, R subset of R dash is the smallest relation that satisfies A and B. അപ്പം ഒരു റിലേഷൻ്റെ റിഫ്ലെക്സീവ് ക്ലോഷർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ആർ ഡാഷ് റിഫ്ലെക്സീവ് ആവണം, ആർ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് ആവണം, ആർ ഡാഷിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ ആർ ഡാഷ് ഇസ് ദ സ്മോളസ്റ്റ് റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് എ ആൻഡ് ബി. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചെറിയ റിലേഷൻ ആയിരിക്കണം ആർ ഡാഷ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു റിലേഷൻ തന്നിക്കണം ആർ എന്ന് പറഞ്ഞ റിലേഷൻ സെറ്റ് ഓഫ് എ ബി, ബി എ, ബി ബി, സി ബി ഓൺ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ആയിട്ടുള്ള റിലേഷനാണ് ആറ്. എ എന്ന് പറഞ്ഞാൽ എ ബി സി ഈ മൂന്ന് എലിമെൻ്റാണ് എയിലുള്ളത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ് ഇത് റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു റിലേഷൻ ആർ ഡാഷ് എന്ന വേറൊരു റിലേഷൻ കൺസിഡർ ചെയ്യാം. Now consider the relation R dash which contains R as well as A and A and C, C. That is R dash is equal to AB, BA, BB, CB, AA and CC. അപ്പം നമ്മൾ വേറൊരു റിലേഷൻ ആർ ഡാഷ് എന്ന് പറഞ്ഞ വേറൊരു റിലേഷൻ കൺസിഡർ ചെയ്തു. അതിലേക്ക് ആർ എന്ന് പറഞ്ഞ ഈ സെറ്റിലുള്ള എല്ലാ എലിമെൻറ്റ്സും ഉണ്ടാകും. കൂടാതെ അതിൻ്റെ കൂടെ എ ആൻഡ് സി സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എലിമെൻറ്റ്സും കൂടി ജോയിൻ ചെയ്യും. ഈ രണ്ട് എലിമെൻറ്റ്സും കൂടി ഉണ്ടെങ്കിൽ ആർ ഡാഷ് എന്ന് പറഞ്ഞ ഈ സെറ്റ് ആർ ഡാഷ് എന്ന് പറഞ്ഞ ഈ റിലേഷന് റിഫ്ലെക്സീവ് ക്ലോഷറാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം ആർ ഡാഷിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആർ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് ആവും. ക്ലിയർലി ആർ ഡാഷ് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ആർ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ നമ്മളിപ്പോൾ പുതിയ എടുത്തിട്ടുള്ള ഈ സെറ്റ് ആർ ഡാഷ് ആറിൻ്റെ ഒരു ആർ ഡാഷ് റിഫ്ലെക്സീവ് ആവും, ആർ ഡാഷിൻ്റെ ഒരു സബ്സെറ്റും ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റിലേഷൻ ആർ ഡാഷ് ഇസ് ദ റിഫ്ലെക്സീവ്. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് സിമെട്രിക് ക്ലോഷർ. A relation R dash is the symmetric closure of a relation R if and only if R dash is symmetric, R subset of R dash is the smallest relation that satisfies A and B and is denoted by S of R. ഇപ്പോൾ നമ്മൾ റിഫ്ലെക്സീവ് ക്ലോസർ പറഞ്ഞ പോലെ ഒരു റിലേഷന് സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻ ഉണ്ട്. ആർ ഡാഷ് സിമെട്രിക് ആവണം, ആർ സബ്സെറ്റ് ഓഫ് ആർ ഡാഷിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം ആറ്, പിന്നെ ആർ ഡാഷ് എന്ന് പറഞ്ഞത് സ്മോളസ്റ്റ് റിലേഷൻ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് റിലേഷൻ ആയിരിക്കണം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എസ് ഓഫ് ആർ എന്നുള്ള ഇങ്ങനെയാണ് ഈ സിമെട്രിക് ക്ലോഷറിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ എ ബി, സി സി, ബി സി, ബി എ ആൻഡ് എ സി. ക്ലിയർലി ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ നമുക്കറിയാം ഇത് സിമെട്രിക് അല്ല. ടു ബി സിമെട്രിക് ആർ നീഡ്സ് സി ബി ആൻഡ് സി എ. ഇത് സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെറ്റ് സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ സി ബി സി എ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എലിമെൻറ്റ്സും കൂടി ഈ സെറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആർ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ആർ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ സിമെട്രിക് ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ. ലെറ്റ് ദ റിലേഷൻ ആർ ഡാഷ് കണ്ടെയ്ൻസ് ആർ ആസ് വെൽ ആസ് സി ബി ആൻഡ് സി എ. അപ്പം ആർ ഡാഷ് എന്ന് പറഞ്ഞ വേറൊരു റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷനിലേക്ക് സി ബി സി എ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എലിമെൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ആവും. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് എന്ന് പറഞ്ഞ ഈ റിലേഷൻ സിമെട്രിക് ആണ്. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ എലിമെൻറ്റ്സ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാലും ബി എ എന്ന് പറഞ്ഞാലും സെയിം ആയിട്ട് വരണം. അതാണ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സെറ്റിൽ എ എന്ന് പറഞ്ഞാൽ എൻ്റെ സിമെട്രി എടുത്താൽ എ തന്നെ വരും, എ ബിയുടെ സിമെട്രി എടുത്താൽ ബി എ വരും, സി സിയുടേത് സി സി, ബി സിൻ്റെത് തന്നിട്ടില്ല, പിന്നെ എ സിയുടേതും തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് എലിമെൻറ്റ്സിൻ്റെ സിമെട്രിക് എലിമെൻറ്റ്സ് കിട്ടി നമുക്ക് ഈ സെറ്റിൽ ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ടാണ് ഇത് സിമെട്രി അല്ല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആർ ഡാഷ് എന്ന് പറഞ്ഞ വേറെ റിലേഷൻ എടുത്താൽ അതിലേക്ക് ഈ രണ്ട് എലിമെൻറ്റ്സിൻ്റെ സിമെട്രിക് ആയ
എലിമെൻറ്റ് സി ബിയും ആൻഡ് സി എയും ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ റിലേഷന് സിമെട്രിക് റിലേഷനാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ റിലേഷനിലേക്ക് നമ്മുടെ ഈ സെറ്റിലുള്ള എല്ലാ എലിമെൻറ്റ്സും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഈ രണ്ട് എലിമെൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ആവും. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് എ ബി സി സി ബി സി ബി എ സി സി ബി ആൻഡ് സി എ ഇതായിരിക്കും അതിലുള്ള എലിമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പറയാം ഇത് സിമെട്രിക് ആണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ. എ റിലേഷൻ ആർ ഡാഷ് ഇസ് ദ ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് എ റിലേഷൻ ആർ if and only if r dash is transitive, r subset of r dash, r is the smallest relations that satisfies a and b. മൂന്ന് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് കണ്ടീഷൻ ആർ ഡാഷ് ട്രാൻസിറ്റീവ് ആയിരിക്കണം, ആർ സബ്സെറ്റ് ഓഫ് ആർ ഡാഷ് ആയിരിക്കണം, ആർ ഇസ് ദ സ്മോളസ്റ്റ് റിലേഷൻ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് റിലേഷൻ ആയിരിക്കണം ആർ. ചെറിയൊരു എക്സാമ്പിളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. on A, then R1 is also a binary relation on A. നമ്മളൊരു ആർ എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കുകയാണെങ്കിൽ അത് എ എന്ന് പറഞ്ഞ സെറ്റുമായിട്ട് ഒരു ബൈനറി റിലേഷൻ ഉണ്ട്. ആർ എന്ന് പറഞ്ഞ റിലേഷന് എ എന്ന് പറഞ്ഞ സെറ്റുമായിട്ട് ഒരു ബൈനറി റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം R1 is also a binary relation on A. എ ആയിട്ട് R1 എന്ന് പറഞ്ഞ വേറൊരു റിലേഷനും ബൈനറി റിലേഷൻ എ ആയിട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റും. such that R1 contains R and moreover if എ ബി ബി സി ആർ ഇൻ ആർ ദെൻ എ സി ഇസ് ഇൻ R1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം R1 എന്ന് പറഞ്ഞ സെറ്റിൽ ആറിലുള്ള എല്ലാ എലിമെൻറ്റ്സും ഉണ്ടാവും. ഇഫ് എ ബിയും ബി സി ആറിലാണെങ്കിൽ എ ബിയും ഓർഡർഡ് പെയർ എ കമ ബിയും ബി കമ സിയും ഈ രണ്ട് എലിമെൻറ്റും ആറിലാണെന്നുണ്ടെങ്കിൽ എ കമ സി എന്ന് പറഞ്ഞാൽ ഈ എലിമെൻറ്റ് R1ലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ ആ റിലേഷൻ എ എന്ന് പറഞ്ഞ സെറ്റുമായിട്ട് ഒരു ബൈനറി റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും R1 എന്ന് പറഞ്ഞ വേറൊരു റിലേഷൻ അതും എയുമായിട്ട് ഒരു ബൈനറി റിലേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ R1ലുള്ള എലിമെൻറ്റ്സ് ആറിലുള്ള എല്ലാ എലിമെൻറ്റ്സും R1ലുണ്ടാവും. അതിൻ്റെ കൂടെ എ കമ ബി ബി കമ സി ആറിലുണ്ടെങ്കിൽ എ കമ സി R1ലുണ്ടായിരിക്കും. അപ്പം ക്ലോഷർ ഓഫ് റിലേഷൻസ് അത്രയേ ഉള്ളൂ. ഒരു റിലേഷൻ ക്ലോഷർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കണം. പിന്നെ മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് മൂന്ന് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ക്ലോഷർ എന്ന് പറയാം. നമുക്ക് പിന്നെ മൂന്ന് റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്: റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പം റിഫ്ലക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻ ഉണ്ട്. അതേപോലെ സിമെട്രിക്ക് ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ക്ലോഷർ ഓഫ് റിലേഷൻ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ അടുത്ത ടോപ്പിക്ക് കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ് ആണ്. സെക്കൻഡ് ടോപ്പിക്കാണ് കോമ്പോസിഷൻ ഓഫ് റിലേഷൻ. ലെറ്റ് R1 be a relation from A to B and R2 be the relation from B to C, then composition relation denoted as R2 composition of R1. അപ്പം R1 എന്ന് പറഞ്ഞ രണ്ട് റിലേഷൻ നമ്മൾ എടുക്കുക. എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ R1 എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷനും R2 എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സിയിലേക്കുള്ളൊരു റിലേഷനും ആണെങ്കിൽ അതിൻ്റെ R1 R2ൻ്റെ ഒരു കോമ്പോസിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിന് ഈ കോമ്പോസിഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: R2 കോമ്പോസിഷൻ ഓഫ് R1. ഇങ്ങനെയാണ് ഈ സെറ്റിലെ കോമ്പോസിഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. R1 എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഇവിടെ കാണിക്കുന്നുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ളതിൻ്റെ ഒരു റിലേഷൻ ആയിട്ടാണ് R1നെ എടുക്കുന്നത്. ബി എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ളൊരു റിലേഷൻ ആയിട്ടാണ് R2നെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R2 കോമ്പോസിഷൻ ഓഫ് R1 എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് പറയാം. അപ്പം എയിൽ നിന്ന് സി, എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള ഒരു റിലേഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം: A of R1 composition R2 of C if and only if A are B and B relation to C for all B element of B. അപ്പം A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള ഒരു റിലേഷനെ നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള ഒരു കോമ്പോസിഷൻ ഓഫ് റിലേഷനെ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള റിലേഷൻ്റെ കോമ്പോസിഷനെ നമ്മൾ ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. ദ കോമ്പോസിഷൻ ഓഫ് R1 ആൻഡ് R2 ഈസ് സംടൈംസ് ഓൾസോ ഡിനോട്ടഡ് ബൈ R1 R2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ അതേപോലെ R1 R2 എന്ന് ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് റിലേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട്. ഇന്നൊരു എക്സാമ്പിളാണുള്ളത്.
Let A equal to set of 1, 2, 3, B equal to set of A, B, C, D and C equal to set of X, Y, Z, W. B 3 സെറ്റ്സ്. അപ്പം 3 സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1, 2, 3 എലിമെൻ്റ് ആണുള്ളത്. ബി എന്ന് പറഞ്ഞ സെറ്റിൽ A, B, C, D 4 എലിമെൻ്റ് ഉണ്ട്. സി എന്ന് പറഞ്ഞ സെറ്റിൽ X, Y, Z, W ഇത്ര എലിമെൻ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള 3 സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ദ റിലേഷൻ R1 ഫ്രം A to B ആൻഡ് R2 ഫ്രം B to C ഈസ് ഡിഫൈൻഡ് ബൈ. അപ്പോൾ നമ്മൾ പറഞ്ഞു എയിൽ നിന്ന് ബിയിലേക്കുള്ള സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള റിലേഷൻ R1 എന്ന് വിളിക്കുന്നു. ബിയിൽ നിന്ന് സിയിലേക്കുള്ള സെറ്റിൽ നിന്നുള്ള റിലേഷൻ നമ്മൾ R2 എന്നുള്ള പേരിലാണ് പറയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R1 എന്ന് പറഞ്ഞ സെറ്റ് എന്തായിരിക്കും? R1 എന്ന റിലേഷൻ എങ്ങനെ ഉണ്ടാവും? R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1, A, 1, B, 3, C ആൻഡ് 3, D. R2 എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് A, X, B, X, B, Z ആൻഡ് D, W. ഇത്രയും ആണ് R1, R2 എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ അറിയാം. എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലിമെൻ്റായ 1 ബി എന്ന് പറഞ്ഞ സെറ്റിലുള്ള എയുമായിട്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ എക്സ് എന്ന് പറഞ്ഞ സെറ്റ്, അതായത് എക്സ് എന്ന് പറഞ്ഞത് സി എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഒരു എലിമെൻറ്റുമായിട്ടും പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബിയിലേക്കും പോയിട്ടുണ്ട്. ഈ സെറ്റ് ബിയിലുള്ള ബി എന്ന് പറഞ്ഞ എലിമെൻറ്റിലേക്കും പോയിട്ടുണ്ട്. അവിടുന്ന് നേരെ എക്സ് എന്ന് പറഞ്ഞ സിയിലുള്ള ഒരു എലിമെൻറ്റിലേക്കും പോയിട്ടുണ്ട്. അതേപോലെ 3 എന്ന് പറഞ്ഞ എലിമെൻറ്റ്, പിന്നുള്ളത് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള 3 എന്ന് പറഞ്ഞ എലിമെൻറ്റ് നേരെ ബി എന്ന് പറഞ്ഞ സെറ്റിലുള്ള സി എലിമെൻറ്റിലേക്കും അവിടുന്ന് നേരെ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ്, അതായത് സി എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഡബ്ല്യു എന്ന് പറഞ്ഞ എലിമെൻറ്റിലേക്കും പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 1 എലിമെൻറ്റ് ഓഫ് എ, അതായത് 1 എന്ന് പറഞ്ഞ ഈ എലിമെൻറ്റ് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലിമെൻ്റാണ്. 2 എക്സ് എലിമെൻറ്റ് ഓഫ് സി, എക്സ് എന്ന് പറഞ്ഞ എലിമെൻറ്റിലേക്കാണ് പോയത്. ഇത് സി എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലിമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്തിട്ടുള്ളതിന് നമുക്ക് 1 എലിമെൻറ്റ് ഓഫ് എ, 2 എക്സ് എലിമെൻറ്റ് ഓഫ് സി എന്ന് എഴുതാം. അതിന് നമുക്ക് കോമ്പോസിഷൻ്റെ രീതിയിൽ എഴുതുമ്പം 1 ഓഫ് R1 കോമ്പോസിഷൻ R2 ഓഫ് എക്സ്. നമ്മൾ നേരത്തെ ഇങ്ങനെ നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ളതിൻ്റെ കോമ്പോസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിന് ഇങ്ങനെ. അതേപോലെ 1 എന്നുള്ളത് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും സിയിലേക്ക് പോയത്. അപ്പോൾ 1 to എക്സിനെ നമുക്ക് 1 ഓഫ് R1 കോമ്പോസിഷൻ R2 ഓഫ് എക്സ് എന്ന് എഴുതാം. അതേപോലെ പിന്നെ ഒരു വരുന്നത് 3 ആണ്. 3 സിയിലുള്ള ഡബ്ല്യു ആയിട്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഓഫ് R1 കോമ്പോസിഷൻ R2 ഓഫ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു സി എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലിമെൻ്റാണ്. അത് 3ൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലിമെൻറ്റുമായിട്ട് സി ഉള്ള സെറ്റിലുള്ള എലിമെൻറ്റുമായിട്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 എലിമെൻറ്റ് ഓഫ് എ ടു ഡബ്ല്യു എലിമെൻറ്റ് ഓഫ് സി. 3 ഈ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലിമെൻ്റാണ്. അത് 2 എങ്ങോട്ടാണ് പോയത്? ഡബ്ല്യുയിലേക്കാണ് പോയത്. സി എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഡബ്ല്യു എന്ന് പറഞ്ഞ എലിമെൻറ്റിലേക്കായിട്ടാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് 3 ഓഫ് R1 കോമ്പോസിഷൻ R2 ഓഫ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും സി എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. R1 എന്ന് പറഞ്ഞ കണക്ഷൻ എ നിന്ന് ബിയിലേക്കും ബി നിന്ന് സിയിലേക്ക് R2 എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. അപ്പം എ നിന്ന് ഈ സി ഫസ്റ്റത്തെ സെറ്റിൽ നിന്ന് അവസാനത്തെ സെറ്റിലേക്കുള്ള കണക്ഷനെ നമ്മൾ പറയുന്ന പേര്, കണക്ഷനായ R1 R2 നമ്മൾ പറയുന്ന പേരാണ് പാത്ത്. ദ കണക്ടിവിറ്റി ഓഫ് സെറ്റ് എ ടു സി ത്രൂ R1 ആൻഡ് R2 ഈസ് കോൾഡ് എ പാത്ത്. അപ്പം ഒരു സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള കണക്ഷനാണ് R1ഉം R2ഉം. അത് നമ്മൾ പറയുന്ന പേരാണ് പാത്ത്. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ 2 സെറ്റിൻ്റെ കോമ്പോസിഷൻ നമ്മൾ എടുത്തത് R1 കോമ്പോസിഷൻ R2 എങ്ങനെ എടുത്തത് വെച്ചാൽ സെറ്റ് ഓഫ് 1, X, 1, 2 ആൻഡ് 3, W. അതായത് 1 എന്ന് പറഞ്ഞ എലിമെൻറ്റ് എക്സ് എന്ന് പറഞ്ഞ എലിമെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട് എ ടു സിയിൽ നോക്കുമ്പം. പിന്നെ 1 എന്നുള്ള എലിമെൻറ്റ് സെഡ് എന്ന് പറഞ്ഞ എലിമെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് 1 to B, B to Z, അങ്ങനെ സെഡ് എന്ന് പറഞ്ഞ എലിമെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ 3, W. 3 എന്ന് പറഞ്ഞ എലിമെൻറ്റ് നേരെ W എന്ന് പറഞ്ഞ എലിമെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് R1 കോമ്പോസിഷൻ R2നെ 1, X, 1, Z ആൻഡ് 3, W ആക്കിയിട്ട് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു.